ഹായ് ഗായ്സ്, അപ്പോൾ ദേ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മാള് വണ്ടി ഓടിച്ച് പഠിച്ചതിന് ശേഷം അത് ഇതുവരെ മാള് ലോങ് ഓടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മാള് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയി കളയാം. അപ്പോൾ ദേ ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോവാണ്. ഇന്ന് എന്താവുമെന്ന് കണ്ടറിയാം. ഞാൻ ഇങ്ങനെ രാമ 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 പ്രാർത്ഥിച്ചിരിക്കുവാണ്. പ്രൊഫഷണലിന്റെ റൈഡ് നിങ്ങൾക്ക് ഇപ്പം കാണാം. പ്രൊഫഷണലാന്ന് കാണിക്കാൻ മാസ് ബിജിയെ കൂടെ ഇട്ട് കൊടുക്കേ. പോരാ പോരാ, റൈഡർ പോരാ. റൈഡറൊക്കെ പോകുന്നതാണ്. എവിടം വരെ പോകുന്ന അറിയത്തില്ല. റൈഡർ ഇപ്പൊ തുഴയുന്നതാണ്. റൈഡർ തുഴഞ്ഞു പോവാണോ? ഇതാണ് റൈഡറിന്റെ കൂടെ വളമെത്തുമ്പോ കണ്ടോളൂ കണ്ടോളൂ, നിങ്ങൾ അടുത്തൊന്നുകൂടെ കണ്ടോളൂ. റൈഡറിന്റെ സ്ലോ ചെയ്തു. ഇനി ഇപ്പൊ ഒരു ആക്സിലേറ്റർ കൊടുത്ത് നമ്മുടെ ആറ്റിൽ കൊണ്ടിടുന്നതായിരിക്കും. റൈഡർ ഇങ്ങോട്ട് നമ്മള് റൈഡറിനെ അറപ്പിക്കുന്നില്ല. ബാക്കിൽ ഇങ്ങനെ ഇരിക്കാം. എന്താണ് അവസ്ഥയത്? രാമ 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 ബാഹി റൈഡർ ഇറക്കം. അയ്യോ, ബ്രേക്ക് 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 ബ്രേക്ക്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവിടെ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിലാണ്. നെട്ട് ഇവിടെ നിന്നൊരു 30 അല്ല, ഒരു 20 കിലോമീറ്റർ ഉണ്ട്. നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ, ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പൊ ഇതാണ് മാളുവിന്റെ നാട്, മണ്ഡപത്തേങ്കടവ് ജംഗ്ഷൻ. മാളുവിന്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ബ്രേക്ക് ബ്രേക്ക്. അയ്യോ, എന്തോ പാടുന്നത്? കൊല്ലല്ലേ പാടും. പെട്രോൾ അടിക്കണം, കേട്ടിക്കോ. എന്തോ ബുദ്ധിമുട്ടാതോ? കണ്ടോ കണ്ടോ, തുഴയുന്നത് പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കാം. മാളിന്റെ ഡ്രൈവിംഗ് തരക്കേടില്ല, വളരെ ഓട്ടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലേ കുറച്ച് റാഷ് ആവുന്നുണ്ട് മാള്. പയ്യെ പോകാൻ പറഞ്ഞിട്ടൊന്നും ആള് കേൾക്കുന്നില്ല. അങ്ങ് പോവാ. ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചാൽ അങ്ങ് പോവാ. കണ്ടിട്ടേ എനിക്ക് കോൺഫിഡൻസ് ഞാൻ അടുത്തുകൊണ്ട് നടത്താൻ. എനിക്ക് ബാക്കി ഇരുന്നത്. അയ്യോ, ഇതവിടുത്തെ കയറി വന്നത്. എല്ലാവരും റേസാണ് ഇവിടെ. എനിക്ക് പേടിയാവുന്ന ബസ്സിൽ കയറി വരട്ടെ. ഇവിടെയാണ് മാള് പഠിച്ച സ്കൂൾ. ഇതിൻ്റെ അകത്താണ് സ്കൂൾ. ഏത് സ്കൂളിലാണ് മാള് പഠിച്ചത്? ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്പൂർ. ഇവിടെയാണ് മാള് ഇങ്ങനെ ബസ്സൊക്കെ കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ഉണ്ടോ. വെള്ളറട ജംഗ്ഷനിൽ എത്താറായി. ഇവിടെ നിന്ന് ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, വലിയ ദൂരമില്ല. മാളു ജംഗ്ഷനിൽ കൂടെ എങ്ങനെയാണ് ഓടിക്കുന്നത് നമുക്കൊന്ന് കാണാം. അതെന്നാ മാളു ജനിച്ചെത്തിയപ്പോ ഒരു പേടി? നമുക്ക് ലെഫ്റ്റ്. ഇങ്ങനെ മാളു ജംഗ്ഷൻ അതിവിദഗ്ധമായി കടന്നിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് മാളു, യു ഡിഡ് ഇറ്റ്. നമ്മൾ എത്താറായി. ഇനി ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. നല്ല കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കോട്ടയം എത്തിയിട്ടില്ല. ഇവിടെ ഇതേ ഒരു തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എങ്ങനെയായിരുന്നു മാറിയ മണ്ഡപത്തിങ്കടവ് നെട്ട. ഇവിടെ ഒരു റെഗുലറായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കും, അത്രേ ഉള്ളൂ. പേര്, വണ്ടിയുടെ നമ്പർ, ഫോൺ നമ്പർ. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആയിരിക്കും.
സമയമുണ്ട്. ഞാൻ ഇവിടെ പേടിച്ചിരിക്കുന്നത് ഇവക്ക് വല്ലതും അറിയണോ? അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വന്നു അയൻ കേക്കും കുടിച്ചിട്ട് അടുത്ത യാത്ര തുടരാം. ഈ കേക്ക് കഴിച്ചിട്ട് കുറേ നാളായി ഗൈസ്. ഇതിന് വെട്ട് കേൾക്കുന്നല്ലേ പറയണത്. ഞാൻ പണ്ട് ഇഷ്ടം അമ്മയൊക്കെ വാങ്ങിച്ചു തരും, പക്ഷെ ഇഷ്ടപ്പെടില്ല, ഞാൻ കഴിക്കത്തില്ല. അമ്മന് ഇഷ്ടമുണ്ടോ? എനിക്കെല്ലാം ഇഷ്ടമാണ്. തിരിച്ചെടുക്കാത്ത എന്ത് നമ്മൾ കഴിയും. ഞാനന്നേ മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ എലിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പാടത്തെലി, എലി, പിന്നെ വേറെ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ ആ നാട്ടുകാരൊക്കെ കഴിക്കുന്ന സംഭവമാണ്. അതങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് കേസാവുമായിരിക്കും. അവിടെ നാട്ടിൽ അവർ കോമൺ ആയിട്ട് ഈ ട്രൈബ്സാണ്. അപ്പോൾ അവരത് കഴിക്കും. അവിടെ വലിയ വിഷയമൊന്നുമില്ല. അവരെനിക്ക് തന്നു, ഞാൻ കഴിച്ചു. അപ്പോൾ നമ്മളിത് നെട്ട എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഫുള്ള് അടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എങ്ങനെയൊക്കെയോ ഇതുവഴി ഇങ്ങനെ ഇറങ്ങുവാണ്. ഇത് കണ്ടോ, ഇതാണ് നെട്ട. പണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വരുമായിരുന്നു. ഇത് അവിടെയായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നത് സ്ഥിരം. പക്ഷെ അവിടെ എല്ലാം ഇപ്പോൾ അടച്ചു. ഇപ്പം ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ളും അടച്ചു. ഭയങ്കര മിസ്സിങ്ങാണ്. ഞങ്ങളിത് അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും, കുറേ നേരം കിടക്കും. മാളുവിന്റെ ഫസ്റ്റ് ടൈം അല്ലേ ഇത്? എങ്ങനെയുണ്ട് മാളു നെട്ട? ഞാൻ ഇവിടെ കൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ ഇറങ്ങിയിട്ട് അങ്ങനെയൊന്നുമില്ല. എന്താണ്, എങ്ങനെയുണ്ട് നെട്ട? എങ്ങനെയുണ്ട്? സൂപ്പർ കാണാനായിട്ട്. പക്ഷെ ഇവിടെ കുറെ മരണങ്ങൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് പറയുന്നേട്ടോ. അതാ ഇറക്കാതെ ക്ലോസ് ആക്കി. ഇതാണ് നെട്ട. അപ്പൊ ഗൈസ് നമ്മളിതേ ഇവിടെ കുറച്ച് ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഭയങ്കര കൂൾ, കാം ആൻഡ് പ്ലസന്റ് ഈവനിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഹാപ്പിയസ്റ്റ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. ഞെട്ടയിൽ പറഞ്ഞ ജാമന് പക്ഷെ പഴയ ആ ഒരു വൈബൊക്കെ പോയി. എന്നാലും ഇറക്കത്തില്ല കേട്ടോ, ഇങ്ങോട്ട് ഇറക്കത്തില്ല. ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. എന്നാലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. കൂളാണ്. അപ്പം